മൈ ചാനൽ. ഇന്നെല്ലാവരും സുഖമല്ലേ? നമുക്കറിയാം സുഖം സ്വസ്ഥമായ ഹോപ്പിലുള്ള നിങ്ങൾ ഓൾറെഡി ആണെങ്കിൽ ഇന്നൊരു സ്പെഷ്യൽ സമയമാണ്. നമ്മളുണ്ടല്ലോ യാംബു ഫ്ലവർ ഫെസ്റ്റിവലിൽ പോവാ. ഞാൻ ഒരിക്കലും ഒരു ഫ്ലവർ ഫെസ്റ്റിവലിൽ പോയിട്ടാ. നിങ്ങൾ ആരെങ്കിലും ഫ്ലവർ ഫെസ്റ്റിവലിൽ പോയിട്ടുണ്ടോ? കോമെന്റ്സിൽ എഴുതുക. അപ്പൊ ഗൈസ് നമ്മുടെ യാംബുടെ ഫ്ലവർ ഫെസ്റ്റിവൽ അല്ലേ, അത് ഭയങ്കര ഫേമസ് ആണ്. മാത്രമല്ല അതിനുള്ള ഒരു ഗിന്നീസ് വേൾഡ് റെക്കോർഡ് കിട്ടിയത് ഗൈസ്, ഗിന്നീസ് വേൾഡ്. വാവ്. പിന്നെ ആ സ്ഥലത്തിലുള്ള നല്ല ബ്യൂട്ടിഫുൾ നല്ല അടിപൊളി വ്യൂ ആ. എല്ലാ സ്ഥലത്തിലുള്ള ഫുൾ ഫ്ലവേഴ്സാ. എന്നിട്ട് ഒത്തിരി ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഗൈസ്. വാവ്, ഞാൻ വളരെ എക്സൈറ്റഡ് ആ സ്ഥലത്തിൽ പോകാൻ. എനിവേസ് അത്രയുള്ള എൻ്റെ അടുത്ത് പറയാൻ. ഇനി നമ്മൾ ഒരു സമയം വേസ്റ്റ് ചെയ്യാതെ നമ്മൾ ആ സ്ഥലത്തിൽ പോവാം ഫ്രണ്ട്സ്. സോ ലെറ്റ്സ് ഗോ. ഹലോ മച്ചമാരെ, വോയിസ് ഓവർ നാദവ് കുക്കിംഗ് ഇൻ ദി ഹൗസ് ഗൈസ്. ഇന്ന് ഗൈസ് ഞാൻ രാവിലെ തൊട്ട് ഈ മൂമെന്റിന് വേണ്ടി കാത്തിരിക്കുവായിരുന്നു ഞാൻ. കാരണം അവിടെ ഉണ്ടല്ലോ ഫ്ലവേഴ്സ് ഡേ ഒരു ഫുൾ പർവ്വതം അവിടെ ഉണ്ട് ഗൈസ്. എന്റെ അമ്മ, എനിക്ക് ഇതൊന്നും വിശ്വാസമാവാൻ പറ്റുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ അറൈവ് ചെയ്തിരിക്കുന്നുണ്ട്. ഈ കാണുന്ന ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഇല്ലേ, ഇതാണ് നമ്മളെ അവിടെ കൊണ്ടാക്കാൻ പോകുന്നത്. ബസ്സിന്റെ അകത്ത് കാല് കുത്തിയപ്പം എല്ലാം ചില്ലാതെ, നോ പ്രോബ്ലം. അങ്ങനെ നമ്മൾ ഫൈനലി പുറപ്പെട്ടിരിക്കുന്നു നമ്മുടെ ഡെസ്റ്റിനേഷന് വേണ്ടി. നമ്മുടെ ആരോ വളരെ എക്സൈറ്റഡ് ആണ് പോകാൻ, അല്ലേ ആരോ? സ്ഥലത്തിനെത്തി ശേഷിപ്പുണ്ടല്ലോ നമുക്ക് കുറെ നേരം കൊണ്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ഇവിടെ ഭയങ്കര തിരക്കാണേ. ചുമ്മാ ടൈം പാസ് ചെയ്യാൻ വേണ്ടി ഞാൻ നമ്മുടെ പോകുന്ന ടൂറിസ്റ്റ് ബസ്സിന് ഒരു ടാറ്റ കൊടുത്തു. കുറച്ച് സമയം കഴിഞ്ഞപ്പോ അവർ നമ്മളെ അകത്ത് കയറ്റി. അകത്ത് കാല് കുത്തിയപ്പോ നോക്കി ഞാൻ എന്താ കണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞ ഫ്ലവർ ഫെസ്റ്റിവൽ. ഇവിടെ ചുമ്മാ ഈവനിങ്ങിൽ കറങ്ങാൻ നല്ല രസമായിരുന്നു. നല്ല അടിപൊളി ഫ്രഷർ കിട്ടും. ഫ്രണ്ട്സ്, ഇത് നോക്കിക്കേ, നിങ്ങൾ കാണുന്നുണ്ടോ ഞാനിപ്പോ എന്താ കാണുന്നത്? ഇത് കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഇവരെങ്ങനെ ഇത് ചെയ്യുന്ന, അങ്ങനെ എനിക്കൊരു സംശയമുണ്ട്. ഇതിപ്പോ ഒരു മിസ്റ്ററി കേസ് ആയല്ലോ. കുറച്ച് മുമ്പോട്ട് ചെന്നപ്പോ ഉണ്ടല്ലോ ഞാൻ ഇങ്ങനെ ഒരു സംഭവം കണ്ടു. ഫ്ലവേഴ്സിന്റെ മുണ്ട് ചെയർ ഒട്ടിച്ചിട്ട് ഇവർ നമുക്ക് വേണ്ടി ഇൻസ്ട്രുമെന്റ്സ് വായിക്കുക. ഇത് കാരണം ഞാൻ ഇവർക്കൊരു വലിയൊരു റെസ്പെക്ട് കൊടുക്കുന്നു. എന്നിട്ട് എന്തൊരു റിലാക്സിങ് മ്യൂസിക് ആണിത് ഗൈസ്. അതുകൊണ്ട് ഞാൻ ഇവിടെ കുറച്ചു നേരം ഡാൻസ് കളിച്ചു. പോകുന്ന വഴിയിൽ സന്ധ്യ ആയാലും ഇവിടെ ചുമപ്പ് പൂക്കളം, ഡെക്കറേറ്റഡ് മരങ്ങൾ, എന്നിട്ട് ബാക്കി എല്ലാം നിങ്ങൾക്ക് ഇവിടെ തന്നെ കിട്ടും. പിന്നെ ഗൈസ് പോകുന്ന വഴിയിലുണ്ടല്ലോ ഞാൻ ഇങ്ങനെ ഒരു സംഭവം കണ്ടു. കുറച്ച് മുമ്പോട്ട് പോയപ്പം ഈ രണ്ട് കടകൾ ഞാൻ കണ്ടു. എന്നിട്ട് ഇതെന്താ ഫ്രണ്ട്സ്, നല്ല അടിപൊളി കഥകളി എൻട്രൻസ് ആണല്ലോ ഇത്. പിന്നെ ഗൈസ് ഇവിടെ നമ്മുടെ ഭൂമിയുടെ മോഡൽ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇങ്ങനെ ഒരു എൻട്രൻസ് വന്നു. ഇതിന്റെ അകത്ത് നടന്നപ്പോ ഉണ്ടല്ലോ ഞാൻ വിചാരിച്ചേ ഞാനിപ്പോ ഒരു പ്രകൃതിയുടെ അകത്ത് നടക്കുന്ന ഞാൻ. കാരണം ഡിസൈൻസ് ഒക്കെ നോക്കിക്കേ, ഫ്രം സ്ക്രാച്ച് ആണ് ഇവരിത് ഇങ്ങനെ ഉണ്ടാക്കിയത്. ഇവിടെ ഒരു തീം പാർക്ക് ഉണ്ട്. പിന്നെ രാത്രി വന്നപ്പോ സ്ഥലം ബ്യൂട്ടിഫുൾ ആയി. ഇവിടെ പ്ലേ സോൺസ് ഒക്കെ ഉണ്ട്. ഒരെണ്ണം സ്കേറി ഉള്ളതാ. പിന്നെ ഇവിടെ പബ്ജി കളിക്കുന്ന ഒരു പ്ലേ സോൺ ഉണ്ട്. ഇവിടെ കുറെ വെപ്പൻസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ധനഞ്ജയ പറവാണ്. ധനഞ്ജയ ഉണ്ടല്ലോ ആ കാണുന്ന സ്കിൻ, അതിനൊരു ഹാൻഡ് ഷേക്ക് കൊടുക്കാൻ പോവാണ് ധനഞ്ജയ. അല്ല ധനഞ്ജയ എന്താ കുടുംബം പറയുന്നത്? ചിക്കു എന്താ പിടിക്കുന്നേ? So, what are we gonna? Oh, there's sniper! There's sniper over there. I just saw sniper. I'm going there. There was a sniper there. I will cook in this. You saw that? ധനഞ്ജയ് നീ ആൾക്ക് ഹാൻഡ് ഷേക്ക് കൊടുക്കുന്നുണ്ടോ? Oh, hell no, man. I survived that. How did I survive? And just like that നമ്മൾ സർവൈവ് ചെയ്തു. ഇതാര് ഡാൻസിങ് ഫ്ലവറോ? ഞാൻ ഒരിക്കലും ഇത് കണ്ടിട്ടില്ല. നമ്മളൊരു ഫുഡ് സ്റ്റോളിൽ നിന്ന് കുറച്ച് സ്നാക്സ് വാങ്ങിച്ചു. എനിക്ക് നല്ല സ്പൈസി മോമോസ് ആണ് കിട്ടിയത്. പിന്നെ നമ്മളൊരു ഓപ്പൺ തിയേറ്ററിൽ ഒരു പ്രോഗ്രാം കാണാൻ വന്നായിരുന്നു. എന്നിട്ട് ഈ കുട്ടികളെ ഈ കോസ്റ്റ്യൂമിൽ കണ്ടപ്പോഴല്ലോ എനിക്ക് നല്ല രസം വന്നു.
എനിക്ക് ഇവരുടെ മണ്ട കണ്ണ് മാറ്റാനേ പറ്റില്ലായിരുന്നു. It's time for the candy show. And now, let our party begin. So tell me, who here loves sweets? Tasty lollipops? Ice cream? Or how about some biscuits? And who loves pizza the most? And popcorn? I see that you're all big fans of delicious food. That means we're in the right place. But don't tell anyone, especially don't let the parents know that we invited you to the tastiest party ever. അങ്ങനെ ഗൈസ് ദാറ്റ് ഈസ് ദി എൻഡ് ഓഫ് അവർ ഡേ. ഇവിടെ വെച്ച് നമ്മൾ കുറെ സംഭവങ്ങളൊക്കെ കണ്ടു. എന്നിട്ട് നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ നേരെ നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിൽ കയറിയിട്ട് നമ്മൾ നമ്മുടെ സ്ഥലത്തിലെത്തി. പിന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടി ഏതൊരു ഫാൻസി റെസ്റ്റോറന്റിൽ എത്തിയായിരുന്നു. ഇതിന്റെ കാല് കുത്തിയപ്പോ നല്ല ബ്യൂട്ടിഫുൾ റെസ്റ്റോറന്റ് ആയിരുന്നു ഈ സ്ഥലം. നല്ല ഫാൻസി പീസ്ഫുൾ റെസ്റ്റോറന്റ്. എന്നിട്ട് ഫൈനലി നമ്മുടെ ഫുഡ് എത്തിയായിരുന്നു. എന്നിട്ട് ഇതാണ് എന്റെ റിവ്യൂ. A few moments later. ഡിന്നർ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഈ മോളിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വെളിയിറങ്ങിയായിരുന്നു. ആൻഡ് സ്റ്റിൽ ഒരു ബഹളവും ഇല്ലായിരുന്നു. കടകളൊക്കെ അടച്ചിട്ടൊക്കെയായിരുന്നു. എല്ലാരും ഇവിടെ ഇരുന്ന് സമാധാനമായിട്ട് സംസാരിക്കുമായിരുന്നു. എന്നിട്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഇവിടെ ഒരു പ്ലേ ഗ്രൗണ്ട് അത്രയുള്ള എന്റെ അടുത്ത് കാരണം എനിക്ക് അത്ര പറയാനുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോഴത്തേക്ക് ഞാൻ നിങ്ങളെ പിന്നെ കാണാം ഫ്രണ്ട്സ്. അപ്പോൾ വരട്ടെ, ബൈ.